രാവിലെ 11:30യോടെയാണ് ദിലീപും സഹോദരൻ അനൂപും ചോദ്യം ചെയ്യലിനായി എത്തിയത്. സെൻട്രൽ കസ്റ്റംസ് എക്സൈസ് ആൻഡ് സർവീസ് ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ പളനിയാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇരുവരെയും ചോദ്യം ചെയ്യുന്നത്. ദിലീപിന്റെയും സഹോദരന്റെയും പേരിലുള്ള വിതരണ കമ്പനികളുടെ ഓഫീസുകളിൽ നിന്നും ദിലീപിന്റെ ആലുവയിലെ വസതിയിൽ നിന്നും സേവന നികുതിയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളുടെ രേഖകൾ നേരത്തെ നടന്ന റെയ്ഡിൽ പിടിച്ചെടുത്തിരുന്നു. അതോടൊപ്പം മതിയായ രേഖകളില്ലാതെ സൂക്ഷിച്ച 13 ലക്ഷം രൂപയും ഡോളറുകളും പിടിച്ചെടുത്തിരുന്നു. ഇതിന്റെ വിശദീകരണം ആവശ്യപ്പെടുന്ന ഒരു ചോദ്യാവലിയാണ് ഇരുവർക്കും ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ നൽകിയതെന്നാണ് സൂചന. ഇത് പൂരിപ്പിച്ച് നൽകിയ ശേഷം ആവശ്യമെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യാനാണ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. സിനിമയിൽ നിന്നുള്ള പ്രതിഫലം കുറച്ചു കാണിക്കുകയും യഥാർത്ഥത്തിൽ ലഭിക്കുന്ന തുക ദിലീപിന്റെയും സഹോദരന്റെയും പേരിലുള്ള വിതരണ കമ്പനികളുടെ പേരിലേക്ക് മാറ്റുകയും ചെയ്യുകയാണ് പതിവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ഈ വർഷത്തെ യഥാർത്ഥ സേവന നികുതി അടയ്ക്കാമെന്നും മുൻ വർഷങ്ങളിലേത് ഒഴിവാക്കി തരണമെന്നും ദിലീപ് അഭ്യർത്ഥിച്ചതായി സൂചനയുണ്ട്. 12.5 കോടിയോളം രൂപ ദിലീപ് സേവന നികുതി ഇനത്തിൽ അടയ്ക്കാനുണ്ടെന്നാണ് സെൻട്രൽ കസ്റ്റംസ് എക്സൈസ് ആൻഡ് സർവീസ് ടാക്സ് വിഭാഗത്തിന്റെ കണക്ക്. അതേസമയം സേവന നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് നോട്ടീസ് ലഭിച്ച ചലച്ചിത്ര മേഖലയിലെ കൂടുതൽ പ്രമുഖർ സേവന നികുതി അടച്ച് നടപടികൾ ഒഴിവാക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. മീഡിയ 1